വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് മെത്തഡോളജിയിലെ ന്യൂ ക്രിറ്റിസിസം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത് ലിറ്റററി തിയറിയാണ്. ഈ ഒരു ലിറ്റററി തിയറി ഫോക്കസ് ചെയ്യുന്നുള്ളത് അനലൈസിങ് എ ടെക്സ്റ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഒരു ടെക്സ്റ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും ഫ്യൂച്ചേഴ്സും അനലൈസ് ചെയ്യുന്നതിനാണ് ഈ ഒരു ന്യൂ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നുള്ളത്, റാദർ ദാൻ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓർ ഓതോറിയൽ ഇൻറ്റൻറ്റ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ടെക്സ്റ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെയും ഫ്യൂച്ചറിനെയും അനലൈസ് ചെയ്യുന്നതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഒരു ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻ എ റിസർച്ച് പ്രോജക്റ്റ്, ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത് യൂസ്ഡ് ആസ് എ മെത്തഡോളജി ടു അനലൈസ് എ ടെക്സ്റ്റ് ബൈ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ക്ലോസ് റീഡിങ്. ഫോക്കസ് ചെയ്യുന്നുള്ളത് ക്ലോസ് റീഡിങ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ലിറ്റററി ഡിവൈസസ്, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് തീമാറ്റിക് കോംപ്ലക്സിറ്റീസ്. ഈ ഒരു ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ തീമാറ്റിക് കോംപ്ലക്സിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. ന്യൂ ക്രിറ്റിസിസം അപ്രോച്ച് എന്നുള്ളത് പ്രിയോറിറ്റി നൽകുന്നുള്ളത് ടെക്സ്റ്റിൻ്റെ ഇൻറ്റേർണൽ വർക്കിങ്സിനാണ് ഓവർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ലൈക്ക് ദ ഓതേഴ്സ് ലൈഫ് പോലെയുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റിൻ്റെ ഇൻറ്റേർണൽ വർക്കിങ്ങിനെയാണ് പ്രിയോറിറ്റി നൽകുന്നുള്ളത്. ഓർ ദ ഹിസ്റ്റോറിക്കൽ പീരിയഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ. ക്ലോസ് റീഡിംഗ് എന്നുള്ളത് ക്ലോസ് റീഡിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഓഫ് ദ ടെക്സ്റ്റസ് ലാംഗ്വേജ്, സ്ട്രക്ചർ ആൻഡ് ലിറ്റററി ഡിവൈസ്. അതുപോലെ തന്നെ ലിറ്റററി എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ന്യൂ ക്രിറ്റിക്സ് എന്നുള്ളത് വുഡ് അനലൈസ് ഹൗ എലമെൻറ്റ്സ് ലൈക്ക് റിതം. ന്യൂ ക്രിറ്റിക്സ് എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നുള്ളത്, എങ്ങനെയാണ് എലമെൻറ്റ്സ്, റിതം, സൗണ്ട് എഫക്റ്റ്, ഇമാജറി, അതുപോലെ തന്നെ മറ്റുള്ള ലിറ്റററി ഡിവൈസസ് ഒക്കെ എങ്ങനെയാണ് എന്നത് അനലൈസ് ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂട്ട് ടു ദ ടെക്സ്റ്റസ് ഓവറോൾ മീനിങ് ആൻഡ് എഫക്റ്റ്. ഈ പറയുന്നുള്ള എലമെൻറ്റ്സ് ഒക്കെ ടെക്സ്റ്റിൻ്റെ ഓവറോൾ മീനിങ്ങിനും എഫക്റ്റിനും എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് എന്നത് അനലൈസ് ചെയ്യുന്നുണ്ട് ആര്, ന്യൂ ക്രിറ്റിക്സ് എന്നുള്ളത്. ടെക്സ്റ്റിൻ്റെ ഓവറോൾ മീനിങ് അതുപോലെ തന്നെ എഫക്റ്റിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എലമെൻറ്റ്സ് റിതം, സൗണ്ട് എഫക്റ്റ്, ഇമാജറി, അതർ ലിറ്റററി ഡിവൈസസ് ഒക്കെ എങ്ങനെയാണ് ന്യൂ ക്രിറ്റിക്സ് അനലൈസ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പറയുന്നുള്ളത്. അതാണ് ഈ ഒരു ലിറ്റററി എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നുള്ളത്. ഇനി റിലേഷൻഷിപ്പ് വിത്തിൻ ദ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളത്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റ് മറ്റുള്ള ടെക്സ്റ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിത്തിൻ ദ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കോഹസീവ് വോളായിട്ട് ഒത്തൊരുമയുള്ള മുഴുവൻ യോജിച്ചിട്ടുള്ളതാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. തീംസും മീനിങ്ങും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വൈൽ നോട്ട് ഫോക്കസിങ് ഓൺ ഒതോറിയൽ ഇൻറ്റൻറ്റ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നുള്ളത്. ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസും മീനിങ്സും. എംബഡഡ് വിത്തിൻ ദ ടെക്സ്റ്റ് ത്രോ ക്ലോസ് റീഡിങ്ങിലൂടെ ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റിൻ്റെ ആ ഒരു മീനിങ്ങും തീമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ അനാലിസിസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് പ്രൊജക്റ്റിൽ പോയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ക്രിറ്റിസിസം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഇമാജറി, അതിൻ്റെ റൈം ഒക്കെ എങ്ങനെയാണെന്നത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തെങ്ങനെയാണെന്ന് ആ ഒരു സ്ട്രക്ചറും ഇമാജറിയും റൈമൊക്കെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് ടു ഇറ്റ്സ് ഓവറോൾ മെസ്സേജ് ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ്. ആ ഒരു ഓവറോൾ മെസ്സേജിലേക്കും ഇമോഷണൽ ഇമ്പാക്റ്റിലേക്കും ഈ പറയുന്നുള്ള സ്ട്രക്ചറും ഇമാജറിയും റൈമൊക്കെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റുള്ള ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ always stay connected and keep supporting this channel for more videos about BA English classes.